ഹായ് ഹലോ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് നമ്മളിവിടുത്തെ ഒരു പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ സാൻഡ് ബീച്ച് ഇൻ ചൈന. ഇത് ചൈന എന്ന് പറയുന്നത് നമ്മുടെ സിയാമിലെ ജിമയിൽ ഉള്ള ഒരു സാൻഡ് ബീച്ചാണ്. ശരിക്കും നല്ല കാം ആൻഡ് അതുപോലെ തന്നെ നല്ല ചില്ലിങ് വൈബുള്ള ഒരു ബീച്ചാണ് ഈ സിയാമൻലി ബീച്ച്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുന്ന മിക്സ് ഓഫ് നമ്മുടെ കുറച്ച് സീനിക് വിഷ്വൽസും കുറച്ച് ഇവിടുത്തെ വൈബ്സും അതുപോലെ ഇവിടുത്തെ ആൾക്കാരെയും അങ്ങനെ ഇവിടെ എന്തൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത് അതാണ് ഞാൻ എൻ്റെ വ്ലോഗിലൂടെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഫുള്ളും ഞാനാണെങ്കിൽ സൗണ്ടൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല. ഫുള്ളും നമ്മുടെ സീ സൗണ്ടും സീയുടെ വേവ്സ് സൗണ്ടും അതുപോലെ നമ്മുടെ ഈ സാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മണലുകളാണ്. അതായത് ഈ സാൻഡ് ബീച്ച് നല്ല സോഫ്റ്റ്. ചൈനയിൽ തന്നെ ഇവിടെ തന്നെ ഒത്തിരി സാൻഡ് ബീച്ചസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ അധികം ടൂറിസ്റ്റുകളൊക്കെ അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ നമ്മുടെ ഇവിടെ ലോക്കലായിട്ടുള്ള ഇതിൽ ചൈനയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ബീച്ചാണ്. കാരണം അത്ര ടൂറിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്കാണെങ്കിൽ ഒരു പിക്നിക്ക് പോലെ വന്ന് പിന്നെ അതുപോലെ തന്നെ കളിക്കാം, സ്വിമ്മ് ചെയ്യാം, കളിക്കാം. പിന്നെ ഇവിടെ നല്ല തിരയുള്ളത് കൊണ്ട് കുറച്ച് ഇവിടുത്തെ ആൾക്കാരോടൊന്ന് അന്വേഷിക്കണം ഇവിടെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ്. പിന്നെ എല്ലാവർക്കും നമുക്കാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വോളിബോൾ കളിക്കാം, അങ്ങനെ നമുക്ക് സൺ ബാത്ത് എല്ലാം ചെയ്യാം. അങ്ങനത്തെ ഒരു ബീച്ചാണ് ഈ സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ വന്നിരുന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ സമയം പോകുന്നതേ അറിയത്തില്ല. കാരണം ഈ വേവ്സിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അല്ലാത്ത രീതിയിൽ ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങ് ദൂരെ ഇങ്ങനെ പരന്നങ്ങ് കിടക്കുവാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഹോം കുക്ക്ഡ് മീൽസും അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഒരു ദിവസത്തെ വരുന്ന കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ വന്നാൽ പിന്നെ നമുക്കിവിടെ വൈകിട്ട് പോയാൽ മതി. അതുപോലെ അത്ര നല്ല ബീച്ചാണ്. പിന്നെ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സിയാമനിലെ ജിമേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇവിടെ ഈസി ആയിട്ട് ഇവിടെ അക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ബസ് സർവീസ് ഉണ്ട്, ടാക്സി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിപ്പം ഈസി ടു റീച്ച്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല. കാരണം ഇവിടെ ആണെങ്കിൽ ഒരു ഈവനിങ് ഒരു 4 PM ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങത്തുള്ളൂ. പിന്നെ ബാക്കിൽ വേറെ ഓരോരോ ഏരിയയിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും ഇവിടെ ഒരു വലിയ ക്രൗഡായിട്ട് അത്രയും ഫീൽ ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടോട്ട് വന്നു തുടങ്ങും ആൾക്കാർ. പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ഇരിക്കാനായിട്ടുണ്ട്. നമ്മളാണ് ഇവിടെ കൂടുതൽ ഈ വെള്ളത്തിലോട്ട് ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഈ സൈഡിലെല്ലാം ഒരുപാട് ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് മൈൻഡ് ഫ്രീ ആയി ഒന്ന് ചില്ലാവാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വിമ്മിങ് ചെയ്യാം, പിന്നെ വോളിബോള്, പിക്നിക്ക്, ഇതെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ നമുക്കിപ്പം ഫുഡൊന്നും രാവിലെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. കാരണം ഫുഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കഫേയുണ്ട്, ബാറുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി നമുക്ക് റിലാക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫുള്ളും ചുറ്റും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ലോക്കൽ ഫുഡ്, അതായത് വലിയ ഇതൊന്നും ഇല്ലാത്ത ലോക്കൽ ഫുഡും ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് നമ്മളൊരു റിയൽ ലൈഫ് വൈബും അതുപോലെ തന്നെ നമ്മൾ സ്ലോ മൊമെൻറ്റ്സും ഒരു ചിൽ വ്ളോഗ് അതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാം അറ്റ് പ്രസൻറ്റ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ അധികം ഞാൻ ഫോക്കസ് ഒന്നും ചെയ്തില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിവിടെ ചൈനയിലൊന്നും എനിക്കൊന്നും നമ്മുടെ ഇവിടുത്തെ സീരീസൊക്കെ കാണുന്നവർക്കറിയാം. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വസ്ത്രധാരണമാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈവനിങ് ആയി തുടങ്ങിയ പിന്നെ ആൾക്കാർ ഫോട്ടോസ് ഇതുപോലെ എടുക്കാൻ വന്നു തുടങ്ങും.
പിന്നെ പട്ടം പറത്തൽ എല്ലാം ഉണ്ട്. എല്ലാവരും ബീച്ചിൽ വരുന്നത് അത് തന്നെയല്ലേ, പ്യൂപ്പിള്, പിന്നെ സൗണ്ട്സ്, വേവ്സ്, അങ്ങനെ ഫുൾ ഓഫ് ബീച്ച് ലൈഫാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഫുള്ളായിട്ടും. അങ്ങനെ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും ഈ വ്ളോഗ് ഫുള്ളൊരു ബീച്ച് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈവനിങ് ആയി. ഇനിയിപ്പം ഇവിടെ ആണെങ്കിൽ അല്ലാതെ ഇപ്പം ഈവനിങ് സമയമാകുമ്പോഴേ ലോക്കൽസ് അല്ലാതെ ചെറിയ ചെറിയ വണ്ടിയിൽ ഫുഡൊക്കെ ആയിട്ട് ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബീച്ച് വ്ളോഗ്. ഇതാണ് ഇവിടെ റിയലായിട്ടും അതിൻ്റെ സൗണ്ടും എല്ലാം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ഡേ, അതായത് ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 PM ടു ഒരു 6-6:30 വരെ ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങി, ഇവിടെ ആണെങ്കിൽ ഇനിയിപ്പം വൈകിട്ടായതുകൊണ്ട് ഇവിടെ എല്ലാം ഇനിയിപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങും ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്, ആൻഡ് താങ്ക് യു.